കറുപ്പുമുടുപ്പിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രാജ്യം, നമ്മുടെ ഭാരതം മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത, നമ്മുടെ തലമുറയിലുള്ള ആൾക്കാരൊന്നും കണ്ടിട്ടില്ലാത്ത അത്ര വളരെ സന്ദിഗ്ധ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അതിർത്തിയിലെ തോക്ക് പിടിച്ച് നിൽക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയശബ്ദം, ഹൃദയമിടിപ്പ് നമുക്കിവിടെ കേൾക്കാം. നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. എന്നെ പോലെയുള്ള മുൻപ് സൈനിക സേവനം ചെയ്യുന്നവരുടെ മനസ്സെല്ലാം അവരോടൊപ്പമാണ്. അവർക്കറിയാം അവന്റെ വേദന എന്താണെന്നും പൾസ് എന്താണ്. ഏത് യുദ്ധത്തിന്റെയും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് പ്രൊപ്പഗണ്ട വാറാണ്. ചിലപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്ന നഷ്ടങ്ങൾ നമ്മളും നമ്മളെ മീഡിയയും ചിലപ്പോൾ മറച്ചു വെച്ചെന്നിരിക്കും, നമ്മുടെ മുറയിൽ അപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. എതിരാളിയെ പറ്റി, നമ്മൾ അടിച്ചതിനെ പറ്റി ശകലം കൂടുതൽ പറഞ്ഞെന്നിരിക്കും, അത് നമ്മുടെ മുറയിൽ അപ്പാക്കാനാണ്. അതൊക്കെ യുദ്ധതന്ത്രത്തിന്റെ ഭാഗങ്ങളാണ്. അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം. എന്നാൽ ഫോഴ്സിൽ ഒരു ചൊല്ലുണ്ട്, ഒരു ശത്രുവിനെ നമ്മൾ ബഹുമാനിക്കണമെന്നും ശത്രുവിന്റെ ശവശരീരങ്ങളെ നമ്മൾ വൃത്തികേടാക്കാൻ പാടില്ലെന്നൊക്കെ ഉള്ള ചില എത്തിക്സ് സൈന്യത്തിലുണ്ട്. അതേസമയം ഒരു ട്രൈറ്റർ ആണെങ്കിൽ, ഒരു ശത്രുവിനെയും ട്രൈറ്ററേയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം ട്രൈറ്ററെ വെടിവെച്ച് കൊല്ലുക, ശത്രുവിനെ പിന്നെ കൊല്ലാൻ നോക്കുക. കാര്യം അവൻ ബഹുമാനം അർഹിക്കുന്ന ആളാണ് ശത്രു. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ഉണ്ടിട്ട് ഇന്ത്യയുടെ ചോറും ഉണ്ട്, ഇന്ത്യയുടെ പൗരത്വം വെച്ച് ഇന്ത്യയിലുള്ള സകല ആനുകൂല്യങ്ങളും എടുത്തിട്ട് മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന് അച്ചാരം വാങ്ങിച്ചിട്ട് രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും വലിയ ത്രട്ട്. ഇപ്പോൾ ഒരു മാത്യു സാമുവലിന്റെ ചാനൽ ഇന്നലെ പൂട്ടിച്ചു. വളരെ നല്ല കാര്യമാണ്. ഞാൻ അതിന്റെ മെറിറ്റോട്ട് പോകുന്നില്ല, അത് ഗവൺമെന്റിന്റെ നയപരമായിട്ടുള്ള തീരുമാനമാണ്. ഞാൻ അതുപോലെ ഒരു ചാനലിനെയും കൂടെ പറ്റി നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു അറേബ്യൻ പ്ലസ് എന്നും പറഞ്ഞ അറേബ്യൻ പ്ലസ് @yahoo.mail.in എന്ന് പറയുന്ന ഒരു ആൾ നടത്തുന്ന അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ, അറേബ്യൻ മലയാളി വ്ളോഗ്. അത് ചെറിയ ചാനലൊന്നുമല്ല, ഏകദേശം 542K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പൊ ചെറിയ ആൾക്കാരൊന്നും അല്ല ഈ വീഡിയോ കാണുന്നത്. ഇത്രയും വലിയൊരു ചാനൽ, നമ്മുടെയൊക്കെ ചെറിയ ചാനലാണ്, 1500 വ്യൂവേഴ്സ് ഒക്കെ, 1500 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ. പക്ഷെ ഇത്രയും വലിയൊരു ചാനല്, അതിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ത്യ വിരുദ്ധമായ കാര്യങ്ങൾ, രാജ്യത്തിന്റെ യുദ്ധ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ. S-400 മിസൈല് ഏറ്റവും കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ് റഷ്യയുടെ. ആ മിസൈൽ വെച്ച് ഇപ്പോ ഇന്ത്യൻ ആർമി ഈ പാകിസ്ഥാന്റെ പല ഭാഗത്തും ആക്രമണം നടത്തുന്നുണ്ട്. അത് ആ മിസൈൽ പ്രത്യേകത അറിയാലോ, ഒരു മിസൈൽ 8-10 ടാർഗറ്റ് ഒന്നിച്ചാണ് നാമാശിഷാക്കുക. പിന്നെ ഈ S-400 അതും ഈ പിന്നെ ഈ എന്താ പറയാ ഗോതിമേടിയിൽ പറയുന്നത് എന്താണ്, എന്തോ വജ്രായുധമാണ്, പിന്നെ എന്തോ ചക്രായുധം അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സഹിക്കാലോ, മോദിയുടെ വജ്രായുധം S-400 എടുത്ത് പ്രയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ S-400 എന്ന് പറയുന്നത് വജ്രായുധോ പിന്നെ വെള്ളിയായുധോ സ്വർണ്ണായുധോ നല്ലത്. ഇത് റഷ്യയിൽ അവിടുത്തെ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഉണ്ടാക്കിയ സംഗതിയാ. അവിടെ ഈ പറഞ്ഞ സാധനമൊന്നുമില്ല, അവിടെ ഈ വജ്രായുധവും ഈ വക കുന്ത്രാണ്ടൊന്നുമില്ല. അപ്പോൾ അത് വേറൊരു രാജ്യത്ത് നിന്ന് വാങ്ങിയത്, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് വ്യാജ ന്യൂസ് പോകുന്നത്. എന്തായാലും ഈ യുദ്ധം വളരെ ഒരു എന്താ പറയാ ഗൗരവമേറിയ ഒരു തലത്തിലേക്ക് പോവാണെന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കാം. S-400 ഒക്കെ സാധാരണഗതിയിൽ ഇപ്പോ റഷ്യ പോലും യുക്രൈനെ ആക്രമിച്ചത്, യുക്രൈന്റെ മേലെ S-400 ഉപയോഗിച്ചത് വളരെ കഴിഞ്ഞിട്ടാണ്, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് S-400 പ്രയോഗിച്ചത്. ഇതാ തുടക്കത്തിൽ തന്നെ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ എന്തോ സംഗതി, ഭയങ്കര മാരകമായ എന്തോ സംഗതി വരാനുണ്ട് എന്നാണ് എന്റെ അർത്ഥം. ശരിയാണെങ്കിൽ പോലും നമുക്ക് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഈ സമയത്ത് പറയാൻ പാടില്ല. ഇത്തരം വീഡിയോ ചെയ്യുന്ന ഈ വീഡിയോ ഇന്ത്യയിൽ നിരോധിക്കണം. ഇത്തരം വീഡിയോകൾ കണ്ടുപിടിച്ചിട്ട് നിരോധിക്കണം. നമ്മളെ സൈബർ സുഹൃത്തുക്കളും നമ്മളെ സൈബർ സഖാക്കളും സൈബർ സുഹൃത്തുക്കളും എല്ലാം ഈ ഇത്തരം വീഡിയോകൾ മോണിറ്റർ ചെയ്യുകയും ഗവൺമെന്റിനെയും പൊതുജനങ്ങളെയും ഇത്തരം വീഡിയോ പറ്റി അവബോധം കൊടുക്കുകയും ചെയ്യുക. ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തുക ഇത്തരം ചാനലുകൾ ഈ സമയത്ത് നിരോധിക്കാൻ. യുദ്ധം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ ഈ യുദ്ധത്തിന്റെ ഘട്ടത്തിൽ ഇത്തരം ചാനലുകൾ നിരോധിച്ചേ പറ്റുള്ളൂ. അത് ഗവൺമെന്റിനെ സഹായിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ആ ഒരു ബാധ്യത ഓർമ്മിച്ചുകൊണ്ടാണ് ഒരു മുൻ സൈനികൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.